ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നല്ലൊരു മോഡുലാർ കിച്ചൺ നമുക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നും ഏതൊക്കെ സെറ്റിങ്സ് എന്തെല്ലാം കാര്യങ്ങൾ കൊടുത്താൽ നീറ്റായിട്ട് നമുക്ക് ചെയ്ത് ഒരു കിച്ചണിൻ്റെ നല്ല രീതിയിൽ സ്പേസ് കാര്യങ്ങൾ റെഡിയാക്കാവുന്ന ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മളൊന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ നല്ല അടിപൊളി കിച്ചണാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ കിച്ചണിൻ്റെ കബോർഡ് വർക്ക് അതുപോലെ തന്നെ ഹൈറ്റ് കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 85 സെൻറ്റിമീറ്റർ 90 സെൻറ്റിമീറ്ററിലാണ് നമ്മുടെ ഈ സ്ലാബിൻ്റെ ഹൈറ്റ് വരുന്നത്. മെയിനായിട്ട് ഹൈറ്റ് വരുന്നത് 85 സെൻറ്റിമീറ്റർ 90 സെൻറ്റിമീറ്റർ ഇടയിലാണ് അതിൻ്റെ ഏറ്റവും ഫിനിഷിംഗ് ലെവൽ ഹൈറ്റ് വരുന്നത്. പിന്നെ നമ്മൾ കബോർഡിൻ്റെ താഴെ നമ്മൾ കബോർഡിൻ്റെ വർക്ക് കാര്യങ്ങൾ കാണാം. ലൈറ്റ് കളർ കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഏറ്റവും നല്ലത് വീടിൻ്റെ അകത്ത് അതുപോലെ തന്നെ കിച്ചൻ്റെ ഏരിയയിലൊക്കെ ലൈറ്റ് കളറുകളാണ് ഏറ്റവും നല്ലത്. ഒരു പോസിറ്റീവ് എനർജി നമുക്ക് എപ്പോഴും ഫീൽ ചെയ്യും. നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ വൈറ്റ് നമുക്ക് ഈ പറഞ്ഞ ലെവലിൽ വൈറ്റ് ഗ്രാനൈറ്റ് കൊടുത്തിട്ടെങ്കിലും നമുക്ക് ടൈൽസ് ആണെങ്കിൽ പോലും നല്ല നീറ്റായിട്ട് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ അതിനുള്ള നല്ല നീളം കൂടിയ ടൈൽസ് കാര്യങ്ങളൊക്കെ അതും കൂടി ചെയ്യാൻ സാധിക്കും. പിന്നെ നമ്മൾ കൊടുത്തിരിക്കുന്ന ലേറ്റസ്റ്റ് മോഡൽ വരുന്ന രീതിയിൽ എന്നാൽ ഒരുപാട് എക്സ്പെൻസ് വരാവുന്ന രീതിയിലുള്ള സിങ്ക് അല്ല കൊടുത്തിരിക്കുന്നത്. നോർമൽ ലെവലുള്ള സിങ്ക് അത് നല്ല നീറ്റായിട്ട് കൊടുത്തി. പിന്നെ കൊടുത്തിരിക്കുന്ന പ്രൊഫൈൽ ലൈറ്റ് കണ്ടോ, ഇതാണ് അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ. ആ കബോർഡിൻ്റെ താഴെ മൊത്തം പ്രൊഫൈലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് താഴെ എപ്പോഴും സംഭവിക്കുന്ന കാര്യങ്ങളാണ്, മുകളിൽ നമ്മൾ ലൈറ്റ് കാര്യങ്ങളുണ്ടാവും, പക്ഷേ ഈ കബോർഡ് വരുന്നതുകൊണ്ട് താഴെ ലൈറ്റ് ഉണ്ടാവില്ല. അപ്പോൾ താഴെ നമുക്ക് ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവിടെ ഈ പറഞ്ഞ രീതിയിൽ പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മളൊരു സൈഡിലേക്ക് മാറി ഹോബിൻ്റെ സിസ്റ്റം കൊടുത്തിരിക്കുന്നത്. ഹോബ് എന്ന് വെച്ചാൽ ചിമ്മണിയാണ്. ചിമ്മണിയും സെയിം കളർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. മാച്ച് ആവുന്ന രീതിയിൽ നമുക്ക് 4000 രൂപ തൊട്ട് ഹോബുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മുകളിലായിട്ട് സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. സീലിംഗ് വർക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെയ്താൽ മതി. സീലിംഗ് വർക്ക് മസ്റ്റായിട്ട് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇനി വാർക്കുന്ന സമയത്ത്, അതായത് മെയിൻ സ്ലാബ് വാർക്കുന്ന സമയത്ത് LED പോയിൻ്റ് നമുക്ക് കൊടുത്താലും ഈ പറയുന്ന സീലിംഗ് ഒഴിവാക്കാൻ പറ്റും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്നാണ്, നമ്മൾ കിച്ചണിലിടുന്ന ടൈലുകൾ എപ്പോഴും ചെറിയൊരു ഗ്രിപ്പുള്ള ടൈപ്പ് ടൈലുകളായിരിക്കണം നമ്മുടെ കിച്ചണിൻ്റെ ഏരിയയിൽ നമ്മൾ എപ്പോഴും താഴെ കൊടുക്കേണ്ടത്. കാരണം വേറെ ഒന്നുമല്ല, കിച്ചൺ ആവുന്ന സമയത്ത് വെള്ളം അതുപോലെ തന്നെ വെളിച്ചെണ്ണ അങ്ങനെ എന്തെങ്കിലും എണ്ണമയുള്ള സാധനങ്ങളൊക്കെ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് തെന്നി വീഴാനുള്ള ചാൻസ് കാര്യങ്ങളുള്ളതുകൊണ്ട് താഴെ നമ്മൾ ടൈലിടുന്ന സമയത്ത് ചെറിയ ഗ്രിപ്പുള്ള ടൈപ്പ് ടൈലുകൾ കൊടുക്കുക. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന മുകളിൽ കൊടുത്തിരിക്കുന്ന വൈറ്റ് ആണ്. ഇവിടെ നമ്മൾ ഗ്രാനൈറ്റ് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇറ്റാലിയൻ മാർബിൾ കൊടുത്തിരിക്കുന്നത് വൈറ്റ് ആണ് കൊടുത്തത്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്കിനേക്കാൾ നല്ലത് ലൈറ്റ് കളറാണ് അതിൻ്റെ ലുക്ക്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ ഏത് കിച്ചൺ നോക്കിയാലും ആ സ്ലാബിന് കൊടുക്കുന്നത് എല്ലാവരും തന്നെ ഒരു ഗ്രേ കളറോ അല്ലെങ്കിൽ ഡാർക്ക് കളറായിട്ടുള്ള ബ്ലാക്ക് കളറൊക്കെയാണ് ഗ്രാനൈറ്റ് കൊടുക്കാറ്. പക്ഷേ അതിനേക്കാൾ ഭംഗി ലൈറ്റ് കളർ അല്ലെങ്കിൽ വൈറ്റ് കളറിലുള്ള നമ്മൾ ഇറ്റാലിയൻ മാർബിൾ അല്ലെങ്കിൽ ടൈല് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ലുക്ക്, അതായത് കിച്ചണിൻ്റെ ലുക്ക് വേറെ ലെവലാണ്. ഹൈ പോസിറ്റീവ് എനർജി ആയിരിക്കും നമുക്ക് കിച്ചണിൽ ഉണ്ടാവുക. ആ എനർജി ഉണ്ടെങ്കിൽ നമുക്ക് വീട് മൊത്തമായിട്ട് ഒരു എനർജി പാസ് ചെയ്യുന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാം തന്നെ ലൈറ്റ് കളറുകളാണ് ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. കബോർഡാണെങ്കിലും കിച്ചൻ്റെ ടൈൽസ് ആണെങ്കിലും താഴെയാണെങ്കിലും എല്ലാം തന്നെ ലൈറ്റ് കളറുകളാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ലൈറ്റ് നമ്മൾ കണ്ടു, പ്രൊഫൈൽ ലൈറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും താഴെ നമുക്ക് പ്രൊഫൈൽ ലൈറ്റ് നല്ല രീതിയിൽ കിട്ടും. ഇനി ഓപ്പൺ കിച്ചൺ വേണമെങ്കിൽ ഓപ്പൺ കിച്ചൺ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ മൾട്ടിവുഡിൻ്റെ വർക്കും അതുപോലെ തന്നെ ലൈറ്റിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇനി സിങ്ക് വേണമെങ്കിൽ നമുക്ക് 2 രീതിയിലുള്ള സിങ്കുകൾ വരുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന സിങ്കുകൾ എന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഗ്ലാസ് കഴുകാവുന്ന സിസ്റ്റം വരുന്നത്. അത് ഗ്ലാസ് ജസ്റ്റ് അതിൻ്റെ മുകളിലേക്ക് വെച്ച് പ്രസ് ചെയ്താൽ മതി, ഗ്ലാസ് ഓട്ടോമാറ്റിക്കായിട്ട് കഴുകി വരുന്ന രീതിയിലുള്ള സിങ്കുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണം താല്പര്യമാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാൻ സാധിക്കും. ഓൾറെഡി ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളൊരു ചാനലിൽ കയറി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാനും സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ കിച്ചണിൽ എങ്ങനെ ഡിസൈൻ ചെയ്യാമെന്നും പിന്നെ അതുപോലെ തന്നെ പവർ പ്ലഗുകളെല്ലാം തന്നെ ഓവറായിട്ട് പവർ പ്ലഗുകളൊന്നും കൊടുത്തിട്ടില്ല. പവർ പ്ലഗുകൾ നമുക്ക് അത്യാവശ്യം വരുന്ന ഏരിയകളിൽ മിക്സി, ഇൻഡക്ഷൻ കുക്കർ അതുപോലെ തന്നെ ഏരിയകളിലൊക്കെ വരുന്ന മോട്ടറിൻ്റെ സ്വിച്ച്, ഈ ഏരിയകളിൽ 1-2 പവർ പ്ലഗുകൾ മാത്രം നമുക്ക് ഈ പറയുന്ന ഏരിയകളിൽ മെയിൻ ഏരിയകളിൽ മാത്രമേ ആവശ്യം വരുന്നുള്ളൂ. ഓവറായിട്ടുള്ള പവർ പ്ലഗുകളും നമ്മൾ പറഞ്ഞ പോലെ തന്നെ കിച്ചണിൽ കൊടുക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ കിച്ചൺ നീറ്റായിട്ട് ഡിസൈൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും പഠിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും പഠിക്കരുത്. ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കാം. എന്നാലേ നമുക്ക് ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോസ് ചെയ്യാനുള്ളൊരു മോട്ടിവേഷൻ ലഭിക്കുള്ളൂ. തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.